ഹായ് ഹലോ. ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് കാട്ടുകോഴിയാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് കാണാണ്ടായിരുന്നില്ലേ. ഇപ്പോൾ അതാ 2-3 ദിവസമായിട്ട് ആൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൂസും തുമ്പിയും കയറി കളിക്കണ മരമാണത്. ഒരു ചെമ്പരത്തി മരമാണത്. അപ്പോൾ അവർ രണ്ടുപേരും അതിന് മുകളിൽ കയറി എപ്പോഴും കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ആളുടെ ഇന്നത്തെ പ്രകടനങ്ങൾ. കുറേ നേരം അതിനെ ചുറ്റും നടന്നിട്ട് പിന്നെ പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ചീരയൊക്കെ നടാമെന്ന് വെച്ചു. അപ്പോൾ 2 തരത്തിലുള്ള ചീര ഞാൻ വരുമ്പോൾ വാങ്ങിച്ചതാണ്. ചുവന്ന ചീരയും പച്ചച്ചീരയുണ്ട്. അപ്പോൾ അതൊക്കെ തെങ്ങിൻ്റെ ചോടൊക്കെ കളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ പാവാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ നോക്കുമ്പോൾ അത് 2-3 തെങ്ങിൻ്റെ ചോട്ടിൽ കൂടെയാണ് അത് മണ്ണിളക്കിയതിന് ശേഷം അതിങ്ങനെ പാവി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കുക അതിൻ്റെ മേലെ വെണ്ണീറും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയാവോ ഇല്ലയെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പാവിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പാവുന്നത്. അപ്പോൾ ചീരയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തുകൂടാ, നമുക്കും കഴിക്കാം നല്ലതല്ലേ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും നമ്മുടെ തൊടിയിലൊക്കെ സ്ഥലമുള്ളപ്പോൾ അങ്ങനെ ചെയ്യാണല്ലോ നല്ലത്. അപ്പോൾ കുറച്ച് ചീര വിത്ത് പാവിയതിന് ശേഷം അതിന് മുകളിൽ കൂടെ ഞാൻ കുറച്ച് വെണ്ണീറും കൂടെ പാവി കൊടുത്തു കേട്ടോ. പാക്കറ്റ് ചീരയാണ് വാങ്ങിയത്. ഒരു ചീരയ്ക്ക് വിത്തിന് 35 രൂപയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടാണ് പാവിയത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വെണ്ണീറൊക്കെ പാവി കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 തെങ്ങുണ്ട് കേട്ടോ. അപ്പോൾ 2 തെങ്ങിൻ്റെ ചുവട്ടിലും പാവി കൊടുത്തിട്ടുണ്ട്. നല്ലേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് നല്ല പച്ചക്കറിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വേനലാവുമ്പോൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്ന ടൈമാണ് ഈ സമയത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ചീരയൊക്കെ പാവി കുറച്ച് വിത്തുകൾ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. കോവയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയ സമയങ്ങളിൽ നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓടിപ്പോയി പറിച്ചെടുക്കുക, കറി വയ്ക്കാം. എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ അച്ഛൻ വീട്ടിൽ നിറയെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ ആ പയറിൻ്റെ ഒന്നും ടേസ്റ്റ് ഇപ്പോഴത്തെ പയറിനൊന്നും കിട്ടണില്ല കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ ആളുകളാണ് കേട്ടോ. അണ്ണാരക്കണ്ണനും പൂത്താങ്കിരിയൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ളൊരു മഞ്ഞപ്പൂവാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.